ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടിട്ടുള്ളൊരു വിഭവമാണ് ചക്കയിലയട. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയും ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിൻ ചക്കയാണ്. നിങ്ങൾക്ക് ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് തേൻ വരിക്കയാണ്. ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. കത്തി വെച്ചോ കത്രിക വെച്ചോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ നിന്നാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. അതിലേക്ക് വേണ്ട മറ്റൊരു ഐറ്റംസ് തേങ്ങയും ശർക്കരയുമാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന പൊടിയെന്ന് പറയുന്നത് റാഗിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ശർക്കരയെ നല്ല രീതിയിൽ ചെറുങ്ങനെ ചെത്തിയതിന് ശേഷം അതിന് ഈ തേങ്ങയായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇതിലിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ മധുരം എല്ലായിടവും കിട്ടത്തക്ക രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ കുറച്ച് ഉപ്പും ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഇല നല്ല രീതിയിൽ കഴുകി അതിനെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. കട്ട് ചെയ്ത ഓരോ ഇലയുടെയും മുകളിൽ നമുക്ക് ആവശ്യത്തിന് എത്ര മാവ് വേണോ അത്രയും മാവിട്ട് ഉരുളകളായിട്ടിട്ട് അതിനെ മാവിനെ പരത്തിയെടുക്കണം. ഇലയുടെ പുറത്ത് വെച്ചതിന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള മിശ്രിതത്തിന് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് ഇതേപോലെ മൊത്തം ഇതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഓരോ ഇലയും ഇതേപോലെ മടക്കി നല്ല പ്രസ് ചെയ്ത് നമ്മൾ ഇഡ്ഡലി ചെമ്പിനകത്ത് വേവിക്കാൻ വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചെമ്പിനകത്ത് ഇതിനെ എല്ലാം പ്രസ് ചെയ്ത് വെക്കുക. എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓണാക്കി വേവിക്കാൻ വയ്ക്കുക. ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് ഇത് വേകാനായിട്ട് സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ചക്കയിലയട തയ്യാർ. ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല സ്വാദാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രാത്രിയും ഇത് ഫുഡിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ല സ്വാദാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.